കേരളത്തിൽ ആകമാനം നമ്മൾ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോഴും ചെറുപ്പക്കാരുമുണ്ട്, പ്രായമുള്ളവരുമുണ്ട്. അപ്പോൾ അവരിൽ മാത്രമല്ല, ഈ കോളേജ് വിദ്യാർത്ഥിനികൾ അവർക്കെല്ലാം അറിയാമല്ലോ ഇപ്പോൾ കോളേജിൻ്റെ സ്കൂളിൻ്റെ സ്ഥിതി. കഴിഞ്ഞ കാലത്താണ് 10 വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോകാനായിട്ട് കണക്ക് കൂട്ടി വെച്ചിരുന്ന 600 സ്കൂളുകളുണ്ട്. അതെല്ലാം ഇപ്പോൾ ഹൈടെക്കായി പ്രവർത്തിക്കില്ലേ. അപ്പം നമുക്ക് സ്കൂളിലെ കുട്ടികളുടെ അടുത്തും ആരുടെടുത്തും നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം. ഇപ്പോൾ എല്ലാം വിരൽ തുമ്പിലാണല്ലോ. അത്രയേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ്. നമ്മുടെ ഒരു 110 സീറ്റെങ്കിലും കിട്ടണം, ഏറ്റവും കുറഞ്ഞത്. ആ ലെവലിൽ അധികാരത്തിലെത്തും എന്നുള്ള 3-ാം തവണ അധികാരത്തിലെത്തുമെന്ന് ഒരു സംശയമില്ല. കാരണം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും ഒരു ആക്ഷേപവും ഇല്ലാത്ത ലെവലിൽ ഒരു 100-110 സീറ്റിൽ നമ്മൾ വിജയിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യും. കാരണം ഒരു കാര്യം ഞാൻ പറയാം, അത് നമ്മൾ ക്ഷേമ പെൻഷൻ 1980 അന്ന് ഇ കെ നായർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു കർഷകർക്ക് വേണ്ടി അനുവദിച്ച ഒരു ക്ഷേമ പെൻഷനാണ്. അന്ന് 45 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റാർട്ടിങ്ങിൽ. ആ 45 രൂപയെ LDF അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഘട്ടം ഘട്ടമായി ഉയർത്തി കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് അത് 600 രൂപയിലെത്തി. അപ്പോഴും UDF ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. UDF ഗവൺമെൻറ് 18 മാസം അതിൻ്റെ കുടിശ്ശിക, ആ 600 രൂപ കൊടുക്കാൻ കഴിയാതെ കുടിശ്ശിക ഇട്ടിരുന്നതിനാണ് ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ നവംബർ 1 അത് 2000 ആയി പ്രഖ്യാപിക്കാൻ കൊടുത്തും തുടങ്ങി. പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ, വീടുകൾ. വയനാടിൻ്റെ ആ ദുരന്തം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ ഏതൊക്കെ പാർട്ടികൾ അവിടെ സഹായിച്ചു. ഇപ്പോൾ UDFൻ്റെ ആൾക്കാർ പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തകളൊക്കെ വന്നതാണ്. അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അവർ പിരിച്ചെടുത്ത പണത്തിന് ഒരു വീട് പോലും വെച്ച് കൊടുത്തില്ല. അതോടൊപ്പം തന്നെ BJP നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വയനാട് ചൂരന്മലയിൽ വന്നിട്ട് ഒരു കുട്ടിയെ വാരിപ്പുണർന്ന് മുത്തമൊക്കെ വെച്ച് പോയത് എല്ലാവരും കണ്ടതാണ്. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോലും ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് സർക്കാർ ഇതുവരെ വീട് കൊടുത്തിട്ടില്ല, അതിന് പ്രതിപക്ഷമാണ് കൊടുക്കേണ്ടതെന്നാണ്. അവർ ഇതുവരെ കല്ലുപോലും ഇട്ടില്ലല്ലോ. അവർ പറയണ വസ്തു കിട്ടിയില്ല. ഇപ്പൊ പണമില്ലല്ലോ അവരെ കയ്യിൽ, പിരിച്ച പണം കാണാനില്ല. ഒരു വീടെങ്കിലും അല്ലേ ചെയ്തു കൊടുത്തിട്ട് അവർ പറയണ്ടേ? ഒരു വീടെങ്കിലും. എന്തുമാത്രം ആളുകൾ അവിടെ മരണപ്പെട്ടു, നമ്മളെ സഹോദരങ്ങൾ. അതുപോലെ തന്നെ എത്ര പ്രളയങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധിയായ പ്രശ്നങ്ങളാണ് അതിജീവിച്ചത് ഈ 10 വർഷത്തിനിടയിൽ. ആദ്യം വന്നതാണ് കൊറോണ വൈറസ്, പിന്നെ നിപ്പ, ഓഗി കൊടുങ്കാറ്റ്, മഹാപ്രളയം, അവസാനം ഇതിപ്പോൾ വയനാട് ചൂരൽമല. അപ്പോൾ എത്ര വിഷയങ്ങളാണ് നമ്മൾ അതിജീവിച്ചത് ഈ ഗവൺമെൻറ്. എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിൽ, അതിനെല്ലാം നമ്മൾ അതിജീവിച്ചില്ലേ. അവിടെ സഹായിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും അതുപോലെ പ്രവർത്തകരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമാണ് ഇതിനെല്ലാം അതിജീവിക്കാൻ നാട്ടിൽ ജനങ്ങളെ സഹായിക്കാനൊക്കെ ഓടിയെത്തുന്നത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വരുമ്പോൾ വേറെ ആരും ഇവിടെ കാണാനില്ലല്ലോ. കള്ളം പറയാതെ മാത്രമല്ല, നമുക്ക് കള്ളം പറഞ്ഞ് ഈ വോട്ട് നേടേണ്ട കാര്യമില്ല. കാരണം വികസന പ്രവർത്തനങ്ങൾ എത്ര മണിക്കൂർ സംസാരിച്ചാലും തീരാത്ത അത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തി. 10 വർഷമായിട്ട് ഇവിടെ നമുക്ക് പവർ കട്ടില്ലല്ലോ, ഇവിടെ ഒരു വർഗീയ ലഹളയില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ആഹാരമില്ലാതെ കഴിയുന്ന ആരുമില്ലല്ലോ. പരമാവധി ദാരിദ്ര്യം ഒഴിവാക്കി അതെല്ലാം തുടച്ചു നീക്കി എന്ന് തന്നെ നമുക്ക് പറയാം. വിശപ്പ് ഇല്ലാത്ത ഒരു കേരളമാക്കി നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലം വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതങ്ങനെ മാറ്റി തീർക്കാൻ കഴിഞ്ഞു. റോഡുകൾ നമ്മൾ നോക്കൂ, റോഡുകൾ, വീടുകൾ, അതുപോലെ തന്നെ പാലങ്ങൾ, എന്തുമാത്രം കാര്യങ്ങളാണ് ഈ കേരളത്തിൽ. കേരളം അങ്ങനെ ആകെ മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം കാസർഗോഡേക്ക് പോയാൽ നമുക്ക് അതിശയപരമായ രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ. പക്ഷേ മലയോര ഗ്രാമങ്ങളോ, മലയോര പ്രദേശം മൊത്തം ഹൈടെക്കായി. റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ആശുപത്രികൾ, സമസ്ത മേഖലയിലും വലിയ ഒരു മുന്നേറ്റമാണല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്ക് കേരളത്തിലുണ്ടായത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ 110 സീറ്റോടെ അധികാരത്തിൽ വരട്ടെ, വികസനങ്ങൾ തുടരട്ടെ. തീർച്ചയായിട്ടും വരും. മെയ് 4 നമുക്ക് അറിയാം.